അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വെളുപ്പിനെ ഇങ്ങനെ എണീച്ചിങ്ങനെ നിന്നിട്ട് എന്താണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ രാവിലെ ലിതിമോൾ എണീറ്റിട്ടുണ്ട്, ഞാൻ എണീറ്റിട്ടുണ്ട്. ലിതിമോൾക്ക് ഷുഗറൊക്കെ നോക്കണം കേട്ടോ, ഫാസ്റ്റിങ്ങിലെ ഷുഗർ നോക്കണം. അപ്പോൾ രാവിലെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ കുഞ്ഞാൻ്റെയും എബനേസറും ഇന്ന് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ കുറച്ച് മീൻ മേടിക്കണം. മീൻ മേടിച്ച് പച്ചയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കുറച്ച് വറുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പയ്യെ നടന്ന് ഞങ്ങൾ അങ്ങ് മീൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഷുഗറൊക്കെ നോക്കണം ലിതിമോൾക്ക്. പിന്നെന്താ, ആകെ ക്ഷീണമായിട്ടൊക്കെ മടുത്തിരിക്കുകയാണ് ലിതി. അപ്പോൾ എന്തായാലും വണ്ടി കയറി പോരുന്ന ഒട്ടും ട്രാവൽ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ പയ്യെ നടന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും പയ്യെ നടന്നേ പോകാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പയ്യെ നടന്നു. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റിൽ പോയി മേടിക്കണം. കഴിഞ്ഞിട്ട് വന്നിട്ട് അയാൾ ഷുഗർ നോക്കിയിട്ട് പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതെന്തായാലും ഷുഗർ നോക്കാം. എല്ലാം ഒരു 6:30 ആയില്ല, 6:15 ഇപ്പോൾ. പയ്യെ പോവാം. പക്ഷെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെ അല്ലല്ലോ, അധികം തണുപ്പൊന്നും വരില്ല രാവിലെ. പക്ഷെ അവിടെ എണീക്കാൻ ഒട്ടും പറ്റത്തില്ല. ഞാൻ ഒരു ദിവസം നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് പനിയാണ്, കാരണം അതുപോലെ മഞ്ഞും തണുപ്പൊക്കെയാണ്. പക്ഷെ ഇവിടെ അത്ര പ്രശ്നമില്ല. ഇവിടെ 5 മണിക്കാണെങ്കിലും എണീറ്റ് നടക്കാം. പിന്നെ ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാൻ പേടിയുണ്ട്, ഭയങ്കര പട്ടിയാണ്. എങ്കിൽ പോലും കുറച്ച് ഇന്ന് നോക്കിയിട്ട് ഈ ടൈമിൽ എണീറ്റ് നാളെ മുതൽ നടക്കാമെന്നൊരു പ്ലാൻ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ലിതിമോളുടെ അടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് 5-ാം മാസത്തെ ചെക്കപ്പും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഏലിക്കുട്ടിയമ്മ വരും. പിന്നെ കൊല്ലത്തിന് പോകണം, കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ട് ഭയങ്കര അരോചകമാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ചെരുപ്പിട്ട് നടക്കാം, വേറെ ചെരുപ്പില്ല എനിക്ക്. ഞാൻ മേടിച്ച ചെരുപ്പ് എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് ആൻറ്റിക്ക് കൊടുത്തോട്ടെ. അപ്പോൾ എനിക്ക് പുതിയൊരു കൊതുകിൻ്റെ മേലാങ്ക് കേട്ടോ, കാണാൻ പറ്റില്ല, പക്ഷേ ഇഷ്ടംപോലെ കൊതുക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെരുപ്പിൻ്റെ സൗണ്ട് ഞാൻ പയ്യെ നടക്കാൻ ശ്രമിക്കാം. സ്പീഡിൽ നടക്കുമ്പോൾ കട സൗണ്ട് കേട്ടോ. ഇതല്ലാതെ വേറെ ചെരുപ്പ് എനിക്ക് ഇടാനില്ല. അപ്പോൾ മേടിക്കണം, ഞാനത് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പം മേടിച്ചിട്ട് വേണം എനിക്ക് ഇടാൻ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. കമൻറ്റ് കണ്ടായിരുന്നു എൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യെ നടക്കാം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര രസമാണ് കേട്ടോ. ചൂടുമല്ല തണുപ്പല്ല, ഒരു നോർമൽ ക്ലൈമറ്റ്. ഇതുമോളങ്ങനെ ആകെ മടുത്ത് ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പല്ലുവേദനയുണ്ട് ചെറുതായിട്ട്. പല്ലുവേദനയുണ്ട്. രാവിലെ ആയതുകൊണ്ട് തണുപ്പാണല്ലോ. അത് ഈ തലയിൽ കൂടെ ഇടുന്നു ഷാൾ, ചെവിയിൽ കൂടെ കാറ്റടിക്കാതെ. എന്തായാലും നോക്കാൻ പോകണമല്ലോ. ഇപ്പോൾ രാവിലെ പോയാലാണ് മാർക്കറ്റിൽ നിന്ന് നല്ല മീൻ കിട്ടത്തില്ല. അപ്പോൾ ആ നേരത്ത് പോയി ഷുഗർ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ പോകാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഇന്നലെ ആൾക്ക് വയ്യായിരുന്നു തീരെ, ഇട്ട് നടക്കാനൊന്നും വയ്യ. പിന്നെ പല്ലടയ്ക്കാനും പോകണം. ഇനി വെച്ച് കഴിഞ്ഞ് പല്ലടയ്ക്കാനും പോകണം. ഒരു പ്രാവശ്യം അടച്ചത് അതുപോലെ തന്നെ തുറന്നു പോകുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടച്ചത്. അപ്പം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ 13 വർഷമായിട്ട് അടച്ച പല്ല് തുറന്നു പോകുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരുമല്ലോ, ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തായാലും പോകുന്ന ശേഷം കാണിക്കാം കേട്ടോ. കൊതുകാണ് രക്ഷയില്ലാത്ത കേട്ടോ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി കൊതുകിൻ്റെ കടി. ഭയങ്കര കൊതുക്. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഓക്കെ, അങ്ങോട്ട് പോയി എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോവാം. റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ലപോലെ അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കുന്ന കേട്ടോ. കോർപ്പറേഷനായിരിക്കും അല്ലേ? എന്താ അല്ലല്ല, ഇവിടെ അടിച്ച് വൃത്തിയാക്കാറില്ല. വണ്ടിയുടെ പൊടിയായതാണോ പറന്നു പോകണം ഇവിടെ അടിക്കണം. ഇന്ന് വരെ ഞാൻ കണ്ടിട്ട്. കോർപ്പറേഷൻ അല്ല, പഞ്ചായത്താ. ശരി, അരൂര് പഞ്ചായത്താണല്ലോ അല്ലേ? സോറിഡിയ. പക്ഷെ നല്ല വൃത്തിയായിരുന്നു. ഞാൻ വിചാരിച്ച് അടിച്ച് വൃത്തിയാക്കില്ല. അത് വണ്ടി പോകുമ്പോ വയറക്കുന്ന അതുപോലെ സ്പീഡിലല്ലേ പോകുന്ന. അന്നേരം പിന്നെ പറന്ന് ഓരോ സൈഡിലേക്ക് കൂടും. അടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അയ്യോ, അത് പല്ലുവേദനയാണെങ്കിലും അതെ പറഞ്ഞു പോകുന്നു. പല്ലുവേദന മാറാനൊരു ടെക്നിക്ക് ആരെങ്കിലും പറയണം കേട്ടോ. പല്ലുവേദന മാറാനൊരു ടെക്നിക്ക് അടയ്ക്കുക. അത് ശരി. അല്ലെങ്കിൽ പല്ലെടുത്ത് കളയും. പല്ലെന്തായാലും എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അടയ്ക്കണം. ഉച്ചയ്ക്ക് പോകാം.
അതെ. നല്ല പൊടിയാട്ടോ. മാസ്ക് വെക്കണം കേട്ടോ ഇതുപോലെ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ. പിന്നെ രാവിലെ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. അത് ഞങ്ങൾ പിന്നെ ഇച്ചിരി അവിടെ നേരത്തെ രാവിലെ പോകുന്നത്. പിന്നെ മീനും രാവിലെ കിട്ടത്തുള്ളൂ, അത് വേറെ കാര്യം. അവിടെ പോയി പേശി മേടിക്കൽ ഇതുമൊക്കെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. അപ്പം നമ്മൾ മാർക്കറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. പയ്യെ തന്നെ കേട്ടോ. ഞാൻ 50 രൂപ കേട്ടെ. ഇത് പോരെ വേണമെന്ന് അവരത് ഇഷ്ടമാന്ന് പറഞ്ഞു മേടിച്ചാൽ നോക്കി ഇറങ്ങണേ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. മീനൊക്കെ മേടിച്ചു. ഏലിക്കുട്ടി അമ്മയ്ക്കും പിന്നെ അമ്മായിക്കും കൂടെ, അമ്മച്ചിക്കും കൂടെ അമ്മച്ചിക്കും അമ്മയുടെ അച്ഛൻ്റെ അമ്മയ്ക്കും കൂടെ വറുത്തുകൊണ്ട് പോകാനാണ് അവിടെ അവർക്ക് കൂടി. അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടൻ മീനും അയല നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കില്ല അയല, അവിടുത്തെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇതേ ചീര മേടിക്കണം കേട്ടോ അവിടെ തിരിച്ച് വരുമ്പോഴേ. രണ്ടെണ്ണം 50 രൂപ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. എന്ത് വേണം? അത് ചീത്ത ഇപ്പില്ലേ? ആളൊന്ന് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ മീനും വാങ്ങി ചീരയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് മീനൊക്കെ വെട്ടി അവർക്ക് വറുത്ത് കൊടുത്തു വിടണം. അതുപോലെ കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ. ലിതിമോൾക്ക് നല്ല ക്ഷീണമാണ്, ഒരു കാര്യവും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾ പയ്യാണ് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന ശേഷം കുറച്ച് കോവയ്ക്ക് പറിക്കാമെന്ന് വിചാരിച്ചു. ടെറസിൽ ലിതിമോൾ കുറേ കോവയ്ക്കൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാൻ ഞാൻ പോയി കണ്ടില്ല. അപ്പോൾ ഉണ്ടെന്ന് ലിതിമോൾ പറഞ്ഞു. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ, കോവയ്ക്ക ഉണ്ടോ എന്നൊക്കെ. സ്റ്റെപ്പ് അങ്ങ് നമ്മൾ കയറണം. അയ്യോ ശരി, കുഴപ്പമില്ല. ഇത് പടുതൊക്കെ കിടപ്പുണ്ടേ കണ്ട. അതിൻ്റെ അപ്പുറമൊക്കെ വീടുകളും ഒക്കെയാണ് കണ്ട. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നാട്ടിലതുകൊണ്ട് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാണ്ടിട്ടേക്കുക. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ടേ കണ്ടോ. അടിപൊളി കോവയ്ക്ക കുറേ ഉണ്ട് കേട്ടോ. നല്ല വലിയ കോവയ്ക്കാണേ കണ്ടോ. നല്ല സൈസ് അത്ത കോവയ്ക്ക. അങ്ങനെ പറയുന്നത് കേട്ടോ, ഇനിയും ഉണ്ടാകാനുള്ളതാ. അത്യാവശ്യം നമുക്ക് ഇന്ന് കറിക്കുള്ളതും പിന്നെ മിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പറിക്കാവേ. അവളിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ. അങ്ങോട്ടൊക്കെ കോവയ്ക്ക് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പറിച്ചൊരു തോരനങ്ങ് വെച്ചേക്കാം. ഇത് അത്യാവശ്യം സൈസുള്ളതാണേ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ
കുറച്ചേ ആവശ്യം ഉണ്ടാവുള്ളൂ. നാടനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങോട്ട് കിടപ്പുണ്ട്, നിൽക്കാൻ കുറച്ച് പാടാട്ടോ. ഇവിടെ കിടക്കുന്നുണ്ട്, അതുണ്ടാ നമ്മുടെ തണ്ണിമത്തൻ, വലിയ തണ്ണിമത്തനെ കണക്ക്. ഇതുണ്ടാ, തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല ഭംഗിയേ. കുറച്ച് മൂക്കാത്തതും കൂടെ പറിച്ച് ആൻറ്റിയോട് കഴിക്കാൻ പറഞ്ഞു. ആൻറ്റിക്ക് BP വെച്ചൊരു ഹൈ ആണേ, അപ്പോൾ കഴിക്കാനും കൊടുക്കാം. മേളിലേക്ക് കിടപ്പുണ്ടേ, ഇതുണ്ടോ? കോവയ്ക്ക് BPക്ക് നല്ല ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടേക്കൊക്കെ ഉണ്ട്. ഇപ്പം കറി വെക്കാനുള്ള മാത്രം പറിച്ചാൽ മതി. ഒത്തിരി പറിച്ചാൽ വേസ്റ്റായി പോകും. ഇതാ ഇത്രയും പറിച്ചിട്ട് നമുക്ക് ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ അടുത്ത ദിവസം കറി വെക്കാൻ വേണ്ടി നമുക്ക് പറിക്കാം. ഇത് മതിയായിരിക്കും, തോരൻ വെക്കാനല്ലേ. ഇത്രയും പറിച്ചെടുത്തിട്ട് നമുക്കിനി ഇറങ്ങി പോകട്ടോ. പടുതയിട്ട കൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് പോയി ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതെല്ലാം അടിപൊളിയായിട്ട് അങ്ങനെ കോവയ്ക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതെല്ലാം അരിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മുളക്, അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ തോരനല്ലേ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ അങ്ങ് വെച്ചു കേട്ടോ. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ട്. അതൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കടുകിട്ടെ. കടുകിടുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ അടുത്തൊന്നും നിന്ന് വീഡിയോ എടുക്കാനൊന്നും അടുത്തുപോലും നിൽക്കാറില്ല, ഓടാറാണ് പതിവ്. വേറൊന്നുമല്ല, എനിക്ക് പേടിയായിരുന്നു. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സാധനങ്ങളെന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളിത് ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കറി വെച്ച ശേഷം ഫുഡൊക്കെ കഴിച്ചു. അവർക്കുള്ള മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്ക് പിടിച്ച പണിയൊക്കെ ആയതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കളറിന് വേണ്ടിയിട്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഇത് വൈറ്റിൽ നിന്ന് 12:45 ബസ്സിന് പോകണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേഗം തന്നെ പണികളെല്ലാം തീർക്കുമായിരുന്നു. അപ്പോൾ ഏലുക്കുട്ടിയമ്മയ്ക്കും പിന്നെ ഞങ്ങളുടെ അച്ചാമ്മയ്ക്കും അവർക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ വറുത്ത് കൊടുത്തത്. അപ്പോൾ അവർ പോകാനൊരുങ്ങാട്ടല്ല. അതെ, ആൻറ്റി കൊച്ചും പോകാനായിട്ടിരിക്കുക. അമ്മ കാപ്പി കുടിക്കുക. അയ്യോ, അത് നല്ല ബനിയനായിരുന്നല്ലോ കളർ. ആ, അതിടുമ്പോൾ ചൂടായിരിക്കും. ചൂട് ഭയങ്കര വൈറ്റയുടെ അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. കോതമംഗലം വരെ അങ്ങോട്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ മടിയിൽ വെക്കും, ഛർദ്ദിക്കാൻ വരുമ്പോൾ ബാഗ് മുകളിലോട്ട് വെച്ചാൽ മതി. ഇത് രണ്ടും അല്ലാതെ വയ്ക്കാം. ഛർദ്ദിച്ചില്ലാന്നുണ്ട് ഒറ്റ ബസ്സിന് നമുക്ക് പോകണം കേട്ടോ. അയ്യോ, ഒറ്റ ബസ്സിന് പോകും. ഇറങ്ങി പോട്ടെ. ഒരെണ്ണം ബാഗ് എടുത്തു. ശരി എന്നാ, ശരി എന്നാ, ഹാപ്പി ഓണെന്ന്. എന്താ സങ്കടം ഉണ്ടോടാ? ഉണ്ടോ? ഓ, അതിനിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരാലോ. ഇച്ചിരിയോടെ പ്രായമാകുമ്പോ തന്നെ ട്രാവൽ ചെയ്യാറാവും. അമ്മയോടൊക്കെ പറ. പേഴ്സോ? അത് ഇതിന്റെ അകത്തുണ്ട്. ഇതിന്റെ തുണി വലിച്ചെടുക്കല്ലോ. ഞാൻ പൈസ ഉണ്ടായിരുന്നോ? അത് കയ്യിലുണ്ട്. അത് കൈ പിടിക്കില്ല, അത് ഞാൻ വെക്കും. അത് ആവശ്യമുണ്ട്. ഇനി എന്തെങ്കിലും ഒന്നുമില്ല. പോട്ടെ കേട്ടോ. ശരി എന്നാ, ഓക്കെ. സന്തോഷായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കണ കേട്ടോ. അതേ കേട്ടല്ലോ. അതവിടെ പോയി ഞാൻ എടുക്കാം. ഞാനൊന്നും പൊക്കിക്കൊണ്ട് പോകണെന്തിനാ? വലുതാക്കാം. അപ്പം ഞങ്ങള് ഇതേ പോവാണ്. ഞങ്ങൾ പോവല്ല, ഞാനിവരെ കൊണ്ടുവിടാനായിട്ട് വയറ്റിലെ വരെ പോവാണ്. ലഗേജൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വണ്ടി കയറ്റി വിടാമെന്ന് വിചാരിച്ച്
അപ്പോൾ നല്ല വെയിലുണ്ടേ. സാരമില്ല. ഞങ്ങള് പയ്യെ നടക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ചൊക്കെ അല്ലായിരുന്നു. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും സങ്കടമായിരുന്നു. അപ്പോൾ എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കൊച്ചിന് സ്കൂളിലൊക്കെ പോകണ്ടേ. അങ്ങനെ വൈറ്റില ഹബ്ബിൽ പോയി ഇറങ്ങി ശേഷം ഒരു കോംറേഡിന് പോയി. പൂപ്പാറ ബസ്സാണ് കേട്ടോ. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫ്രണ്ടിലിരുന്നു. പോയി ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ഏങ്ങിയും വലിഞ്ഞൊക്കെ എനിക്ക് ടാറ്റ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് ഇരുന്നു കേട്ടോ. എണീറ്റ് ഇരുന്നിട്ട് ടാറ്റയൊക്കെ കൊടുത്തു. എന്തോ പ്രത്യേക ഒരു സങ്കടം മനസ്സിന്. എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബസ്സൊക്കെ പോകുന്ന കണ്ട ശേഷം ഞാൻ അടുത്തത് നമ്മുടെ അരൂരിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. KSRTC ബസ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പ്രൈവറ്റ് ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് പ്രൈവറ്റ് കയറാതെ ഞാൻ KSRTC ചേർത്തല ബസ്സിൽ കയറിയിട്ട് അവിടെ ചെന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കുകയാണ്. നന്നായിട്ട് ഈ സമയമായതുകൊണ്ട് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സഹിച്ചു പിടിച്ച് ഇരിക്കുകയായിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അരൂർ ഇറങ്ങിയിട്ട് ഡെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. നമ്മൾ അരൂർ വന്ന് വണ്ടി ഇറങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലൊന്ന് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ആ വെയിലത്ത് മുഴുവൻ വെയിലും കൊണ്ട് കുറച്ച് പോലും വെയിൽ മിസ്സാക്കിയില്ല. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ആൻറ്റിയും കൊച്ചും പോയി. അത് പോയതിൻ്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എങ്കിലും അവൻ സ്കൂളിൽ ചെറിയ സങ്കടമുണ്ട്. കാരണം ഇത്രയും ദിവസം ഉണ്ടായിട്ട് വേഗമൊന്നും പോകുമ്പോൾ പിന്നെ ഓരോരുത്തർക്ക് ആവശ്യങ്ങളുണ്ടല്ലോ, പോകാതിരിക്കാൻ പറ്റും. പിന്നെ ആൻറ്റി ആശുപത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാവ പോയിട്ട് വന്നു. ഇനി ഞങ്ങൾക്ക് ചോറ് കഴിക്കണം. നല്ല ക്ഷീണമുണ്ട്. ഫുള്ള് റെസ്റ്റ് ആയതുകൊണ്ട് ഫുള്ള് കിടക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് നേരം എഴുന്നേറ്റിരുന്നുള്ളൂ കേട്ടോ. ഇനി വൈകുന്നേരം പോണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പല്ലുവേദന ഇപ്പം അടയ്ക്കാൻ വേണ്ടി അന്ന് അടച്ചു, പക്ഷെ അതുപോലെ തന്നെ തുറന്നു പോകുന്നു. ഇനി ഒന്നും കൂടി പോയി അടയ്ക്കണം. പല്ലുവേദന ഭയങ്കരമാണല്ലോ. മെഡിസിൻ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അത് പ്രത്യേകമാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ഈ പല്ലുവേദന അതൊക്കെ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പോയി ഫുഡ് കഴിക്കാം. ആദ്യം ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ അവനും കൂടെ വന്ന ശേഷം നമുക്ക് 3 പേർക്കും കൂടെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിമോക്ക് ട്രാവൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വരും. പയ്യെ നടന്നാണ് നമ്മൾ പോകുന്നത്. പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ കാര്യങ്ങൾ. പല്ലുവേദന സഹിക്കാൻ പറ്റാതിരിക്കുവാണേ. അതുകൊണ്ട് അത്രയും ടെൻഷനും കാര്യങ്ങളും. രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു, വേദന. 4 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല. അതെ. പിന്നെ ഒരു ആശ്വാസത്തിന് ഇച്ചിരി ഉപ്പുവെള്ളമൊക്കെ പിടിച്ചു. അതെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ടൊക്കെ കിട്ടി. ഷുഗറൊന്നുമില്ല, BP കുഴപ്പമില്ല. BP നോർമലാണ്, കുഴപ്പമില്ല. ഷുഗറും കുഴപ്പമില്ല. BP ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ഷുഗറും BP ഒക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. എന്നാലും നോക്കാം, എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.